നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോയമ്പത്തൂർ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഹോട്ടലിൽ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. കോവായി കുട്രാളം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. അടുത്ത വാട്ടർഫാൾ കാണുന്നതാണ് നാളെ മെയിൻ ഐറ്റം. അപ്പൊ നമുക്ക് ഇവിടെ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ട് നമ്മുടെ തന്നെ. പിന്നെ സഫാരി, ഒരു ട്രക്കിംഗ് പോലെയാണ്. അപ്പൊ നമുക്ക് പോകും വഴി വൈൽഡ് ആനിമൽസിനെയും കണ്ട് കുളിച്ച് റെഡി ആയിട്ട് വരാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഫോറസ്റ്റ് ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. അച്ഛനും അമ്മയെ തോർത്തെടുക്കാൻ പോയി കണ്ട. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോറസ്റ്റ് ബസ്സിൽ കയറിയിട്ടാണ് വാട്ടർഫാൾസിൽ പോകുന്നത്. ഇപ്പൊ അച്ഛനമ്മ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കാണ്. ഞങ്ങളിപ്പോൾ ക്യൂ നിൽക്കാൻ പോകാട്ടോ. അപ്പൊ നമുക്ക് ഫോറസ്റ്റ് ബസ്സിൽ വെച്ചിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ അങ്ങോട്ട് പോകാനുള്ള ഫോറസ്റ്റ് ബസ്സിൽ കയറി ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് 900 മീറ്റർ ട്രക്കിങ് ചെയ്യണമായിരുന്നു കേട്ടോ. നല്ല മലയായതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങളെ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പൊ നമുക്കും കുളിക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. വെള്ളം ശീശ് കുറവാണ്. മഴക്കാലം ആകുമ്പോൾ നല്ലോണം വെള്ളം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും കുറവാണെങ്കിലും നമുക്ക് ഇതാവാം. അപ്പൊ കുളിക്കാൻ വേണ്ടി കാണാം. നല്ല തണുത്ത വെള്ളമായിട്ടോ. എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് ടേക്ക് ബാ പ്ലീസ്. അത്ര അടിപൊളി വെള്ളമാണ്. അത്രയും തണുപ്പും നല്ല രസമുള്ള അടിപൊളി വാട്ടർഫാളാണ്. എല്ലാവരും വരണം. ഇവിടെ നിന്ന് ഞാൻ കുളിക്കുന്നത് വീഡിയോ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് മല ഇറങ്ങിയിട്ട് ബസ് വരുന്നിടത്ത് നിൽക്കണം. അങ്ങനത്തെ ബസ് നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിലെ ഫേമസ് ആയിട്ടുള്ള GD കാൾ മ്യൂസിയത്തിലാണ് കേട്ടോ. ഞാൻ കാണിച്ചത് ഞാൻ എൻട്രൻസിൽ തന്നെ കയറിയപ്പോൾ ഒരു സാധനം കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബോൾ ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നമുക്ക് കാർ മ്യൂസിയത്തിൽ അവിടെ വെച്ച് കാർസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ GD കാർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. GD മ്യൂസിയത്തിലാണ്. ഈ GD കാർ മ്യൂസിയം മാത്രമേ നമ്മൾ കാണാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ GD കാർ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പോരാത്തന്നെ ഇതാണ് നമ്മളെ കോയമ്പത്തൂർ ട്രിപ്പിന്റെ ലാസ്റ്റ് സ്പോട്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി ഇതൊക്കെ കണ്ട് രസിച്ച് അടിപൊളിയായിട്ടിരിക്കട്ടെ. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പഴയ കാലത്തെ കാടുകളാട്ടെ. ഐ മീൻ ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കാടുകളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള. പിന്നെ സ്പോർട്സ് കാർ, അങ്ങനെ പല പല കാറുകളും ഉണ്ട്. അപ്പൊ നമുക്ക് പോകും വഴിയൊക്കെ ആ കാറുകളൊക്കെ കണ്ട് ഇങ്ങനെ പൊക്കോണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഞങ്ങളുടെ കാർ സെക്ഷനിലെത്തി. ഫിയറ്റ് നോവ 500 ആണ് ഇപ്പൊ കാണുന്നത് കാറ്. എനിക്ക് ഈ കാറിന്റെ പേര് നടന്നുണ്ട്, ബോർഡിൽ എഴുതി വെച്ചത് കണ്ടിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഈ കാറാണ് അമേരിക്കൻ പ്രസിഡന്റ് കാർ. എനിക്ക് അറിഞ്ഞൂടാ, അതുപോലെ ഒരു കാറാണ്. പിന്നെ ഈ ബ്ലൂ കാർ പഴയ ബ്രിട്ടീഷുകാരുടെ കാറായിരുന്നു. അങ്ങനെ കുറെ കാർസ് ഉണ്ട്. അങ്ങനെ കുറെ സ്പോർട്സ് കാർ ഉണ്ട്. ഞങ്ങളുടെ ഇന്ത്യൻ ഫോർമുല, അങ്ങനെ കുറേ സ്പോർട്സ് കാറായിട്ട് ഇവിടെ കുറേ ഉണ്ട്. ഞാൻ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ സ്പോർട്സ് കാറൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഇതായിരുന്നു. എല്ലാ
കാറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ ഓരോരോ സെൽഫി വെച്ചെടുത്ത്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ആ കാറുകളുടെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കാരണം അത്ര ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ കാറുകൾ കാണാൻ. അപ്പം നമുക്ക് ഈ കാറുകളുടെ അടുത്ത സെക്ഷനിലോട്ട് പോവാട്ടോ. ഫോർമുല 5